KSRTC ബസ്സിൽ മദ്യപിച്ചു കയറിയാൽ പ്രശ്നമില്ല എന്നും സഹയാത്രികരെ ഉപദ്രവിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞത്. മന്ത്രിയുടെ വാക്കുകൾ ശരിയാണോ? മീഡിയ വൺ പരിശോധിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ മദ്യപിച്ചെത്തിയയാൾ വിദ്യാർത്ഥിനിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ വിഷയം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം KSRTCയുടെ കാര്യം കൂടി പറഞ്ഞത്. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. അല്ല, വണ്ടി കയറ്റത്തില്ലെന്നല്ല, വണ്ടി കയറ്റും. അതിനകത്ത് കയറി സഹയാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലമ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. വണ്ടി കയറ്റാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. രണ്ടെണ്ണം അടിച്ചേച്ച് അടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക, അടുത്തിരിക്കുന്ന ആളുടെ തോളിലോട്ട് കിടന്ന് ഉറങ്ങുക, അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി. കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും. വേറെ കുഴപ്പമില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണോ? മദ്യപിച്ച് KSRTC ബസ്സിനുള്ളിൽ കയറിയാൽ യാത്ര ചെയ്യാൻ അനുവദിക്കാമോ? അനുവദിക്കാൻ പാടില്ല എന്നാണ് KSRTCയുടെ നിയമം. ഇതാണ് KSRTCയുടെ മാനുവൽ. വിവിധ വിഭാഗം ജീവനക്കാരുടെ ജോലിയും ഉത്തരവാദിത്വങ്ങളും ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാനുവലിന്റെ 28-ാം പേജിലെ വരികൾ വായിക്കുക. മദ്യപിച്ച് വരുന്നവരെയും പകർച്ചവ്യാധികളുമായി വരുന്നവരെയും ബസ്സിൽ കയറ്റാൻ പാടില്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മന്ത്രിക്ക് തെറ്റുപറ്റിയതാണ്. യാത്രക്കാരൻ മദ്യപിച്ചാണ് വരുന്നതെങ്കിൽ ബസ്സിൽ കയറ്റാതെ ഇരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം RB സനൂപ്, മീഡിയ വൺ.